ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ആൻഡ് PSC ഗൈഡ്. ഇന്നത്തെ വീഡിയോ 6th സ്റ്റാൻഡേർഡിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സോടും ഇനി വാരി വലിച്ച് പഠിക്കാനുള്ള ടൈമൊന്നും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയാണ് പ്രധാന സ്ഥൂല പോഷകങ്ങൾ അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ജീവകങ്ങളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രം ശരീരത്തിൽ മതിയാകും. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് 2ഉം 3ഉമാണ്. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ ജീവകങ്ങളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രം മതി ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളൂ. അന്നജവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് അന്നജത്തിൽ നിന്നാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അന്നജത്തിൽ നിന്നാണ്. അതുപോലെ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളം അന്നജം അടങ്ങിയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതൊക്കെയാണ് ഓപ്ഷൻസ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, ലിപ്പിഡ്സ്. ഇതിനകത്ത് ആൻസർ വരുന്ന ഏതാണ്? ഉൾപ്പെടാത്തതാണ് ലിപ്പിഡ്സ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ് ഈ മൂന്നും എന്താണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളാണ്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പേശികൾ, രക്തം, അസ്ഥി എന്നിവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരഭാരത്തിൻ്റെ ഏകദേശം 20% പ്രോട്ടീനാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൂടാതെ നൈട്രജൻ കൂടി അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഈ പറയുന്ന മൂന്നും എന്താണ്? ശരിയാണ്. അതായത് പേശികൾ, രക്തം, അസ്ഥി എന്നിവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരഭാരത്തിൻ്റെ ഏകദേശം 20% പ്രോട്ടീനാണുള്ളത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൂടാതെ നൈട്രജൻ കൂടി അടങ്ങിയിട്ടുണ്ട് എന്തിൽ? പ്രോട്ടീനിൽ. ഫോർട്ടിഫൈഡ് റൈസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സാധാരണ അരിയിൽ ചില പ്രത്യേക പോഷകങ്ങൾ അതായത് ജീവകങ്ങൾ, ധാതുക്കൾ അധികമായി ചേർക്കുന്ന പ്രക്രിയയാണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും ഇരുമ്പ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12 എന്നിവ ചേർക്കുന്നുണ്ട്. ഈ വിറ്റാമിൻ B12 എന്തിനെ തടയും? അതുണ്ടെങ്കിൽ വിളർച്ചയെ തടയാൻ സഹായിക്കും. അപ്പം ഫോർട്ടിഫൈഡ് റൈസ് വിളർച്ചയെ തടയാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 ഓപ്ഷൻസും എന്താണ്? ശരിയാണ്. കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന വിവരങ്ങളിൽ ശരിയായത് ഏത്? സംസ്കരണ പ്രക്രിയയിലൂടെ പോഷകമൂല്യം കുറഞ്ഞ കാർബോഹൈഡ്രേറ്റുകളാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും. തവിട് കളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ആൻറ്റി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിനും ഉദാഹരണമാണ്. അപ്പോൾ ഈ പറഞ്ഞ 2 ഓപ്ഷൻസും എന്താണ്? ശരിയാണ്. കൊഴുപ്പിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളുടെ ആഗിരണത്തിന് കൊഴുപ്പ് അത്യാവശ്യമാണ്. ശരീരം ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഊർജം കൊഴുപ്പിൻ്റെ രൂപത്തിൽ സംഭരിച്ചു വെക്കുന്നു. ശരീരകോശങ്ങളുടെ നിർമ്മാണത്തിന് കൊഴുപ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നില്ല. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ഏത്? 3ാമത്തെ. ശരീരകോശങ്ങളുടെ നിർമ്മാണത്തിന് കൊഴുപ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നില്ല എന്നല്ല, പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ 1ഉം 2ഉം ഓപ്ഷൻസ് എന്താണ്? ശരിയാണ്. ജീവകങ്ങളെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കും രോഗപ്രതിരോധത്തിനും ജീവകങ്ങൾ എന്താണ്? അത്യാവശ്യമാണ്. ജീവകങ്ങൾ ശരീരത്തിന് ഊർജം നൽകുന്ന പ്രധാന പോഷക ഘടകമാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് വിറ്റാമിൻ A, വിറ്റാമിൻ D, വിറ്റാമിൻ E അതുപോലെ K. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കും ചില രോഗപ്രതിരോധത്തിനും എന്താണ്? ജീവകങ്ങൾ ആവശ്യമാണ്. അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? A, D, E, K. ജീവകം ഡിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർമ്മത്തിൽ നിന്നാണിത് നിർമ്മിക്കപ്പെടുന്നത്. ജീവകം ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ അസ്ഥിക്ഷയത്തിനും കാരണമാകുന്നു. പാൽ, മുട്ട, മീൻ, എണ്ണ എന്നിവ ജീവകം ഡിയുടെ സ്രോതസ്സുകളാണ്. ഈ പറഞ്ഞതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർമ്മത്തിലാണ് വിറ്റാമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത്. അതുപോലെ വിറ്റാമിൻ ഡിയുടെ പ്രധാന സ്രോതസ്സുകളാണ് പാൽ, മുട്ട, മീൻ, എണ്ണ എന്നിവ.
അതുപോലെ ജീവകം ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിലല്ല, പകരം കുട്ടികളിലാണ് എന്തുണ്ടാകുന്നത്? അസ്ഥിക്ഷയം ഉണ്ടാകുന്നത്. അത് എന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഓരോ വിറ്റമിൻസും അതിൻ്റെ പ്രാധാന്യം നമുക്കൊന്ന് നോക്കാം. വിറ്റമിൻ എ എന്തിനൊക്കെയാണ് ആവശ്യം? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന്. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റമിൻ ബി ആവശ്യമാണ്. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റമിൻ സിയും. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റമിൻ ഡി. അതുപോലെ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റമിൻ ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാനും എന്ത് വേണം? വിറ്റമിൻ കെ ആവശ്യമായിട്ടുണ്ട്. ഈ പറഞ്ഞ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് PSC ചോദ്യങ്ങൾ കൊണ്ടുവരാറുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓരോ വിറ്റമിൻസും ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. വിറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത് മത്സ്യം, ക്യാരറ്റ്, ചീര, പയറില, ചേമ്പില, മുരിങ്ങയില, പാലുൽപ്പന്നങ്ങൾ, കരൾ, മുട്ട. ഇലക്കറികളിലൊക്കെയാണ് കൂടുതൽ എന്നുള്ളത് വിറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത്. ഇനി വിറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ മട്ടയരി, ചേമ്പില, മുട്ട, ചീര, പാൽ, മത്സ്യം. അപ്പോൾ അതിലൊക്കെയാണ് എന്ത്? വിറ്റമിൻ ബി അടങ്ങിയിരിക്കുന്നത്. ചേമ്പില, മുട്ട, ചീര, മത്സ്യം, പാൽ ഇതൊക്കെ എന്താണ്? വിറ്റമിൻ എയും ബിയും ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ്. അതുപോലെ വിറ്റമിൻ സി എന്ന് പറയുമ്പം നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, പപ്പായ, മുരിങ്ങയില, ചക്ക ഈ പുളിയുള്ള ടൈപ്പ് ഫുഡ് ഐറ്റംസിലൊക്കെ എന്താണ്? കൂടുതലും വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ ഡി മത്സ്യം, മുട്ട, പാലുൽപ്പന്നങ്ങളിലാണ് വിറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത്. ഇനി വിറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത് നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ, മുട്ട, പാൽ, നെയ്യ് ഇതിലൊക്കെയാണ് എന്ത്? വിറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത്. ഇനി വിറ്റമിൻ കെ ക്യാബേജ്, കോളിഫ്ലവർ, ചീര, പാൽ, മുട്ട ഇതിലാണ് എന്ത്? വിറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഈ മുട്ടയും പാലും ചീരയും അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ വരുന്നതിനകത്ത് അത്യാവശ്യം എല്ലാ വിറ്റമിൻസും എന്ത് ചെയ്യുന്നുണ്ട്? അടങ്ങിയിരിപ്പുണ്ട്. ജീവകങ്ങളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളും ശരിയായ ജോഡി ചേർത്ത് എടുക്കുക. അപ്പോൾ ജീവകം എ നിശാന്തത, ജീവകം സി സ്കർവി, ജീവകം ബി ബെറിബറി. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ മൂന്നും ശരിയാണ്. ജീവകം എയുടെ അഭാവത്തിൽ നിശാന്തതയും, ജീവകം സിയുടെ അഭാവത്തിൽ സ്കർവിയും, ജീവകം ബി ബെറിബറി ഈ 3 ജോഡി എന്താണ്? കറക്റ്റാണ്. താഴെ പറയുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാമാണ്? ജീവകം ബി കോംപ്ലക്സ്, ജീവകം സി, ജീവകം എ, ജീവകം ഡി. ഇതിനകത്ത് ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നത്? രണ്ടുമാണ്. അതായത് ഏതാണ്? ജീവകം ബിയും ജീവകം സിയും, ബി സി അങ്ങനെ പഠിച്ചേക്കുക. ജലത്തിൽ ബി സി, ജലത്തിൽ ബി സി അങ്ങനെ പഠിച്ചു വെച്ചാൽ എന്താണ്? എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. വിറ്റമിൻ ബി, സി എന്നിവ ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ്. വിറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ നമുക്ക് ശരീരത്തിൽ സംഭരിച്ചു വെക്കാൻ കഴിയില്ല. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് 1ഉം 2ഉമാണ്. ഏതൊക്കെയാണ്? വിറ്റമിൻ ബി, സി ജലത്തിൽ ലയിക്കുന്നവയും വിറ്റമിൻ എ, ഡി, ഇ, കെ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ശരീരത്തിൽ സംഭരിച്ചു വെക്കാൻ കഴിയില്ല. എന്നാൽ അത് തെറ്റാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ശരീരത്തിൽ സംഭരിച്ചു വെക്കാൻ കഴിയുകയും ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ശരീരത്തിൽ സംഭരിച്ചു വെക്കാൻ കഴിയുകയില്ല. അതാണ് ആ ഓപ്ഷനിൽ തെറ്റായിട്ട് വരുന്നത്. നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നു. വിറ്റമിൻ എയുടെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് ക്യാരറ്റ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനുകളാണ് എന്ത്? വിറ്റമിൻ കെ. വിറ്റമിൻ സിയുടെ കുറവ് മൂലം രാത്രികാലങ്ങളിൽ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ രാത്രിപ്പനി ഉണ്ടാകുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? വിറ്റമിൻ സിയുടെ കുറവ് മൂലം രാത്രികാലങ്ങളിൽ കാഴ്ച കുറയുന്നില്ല. വിറ്റമിൻ എയുടെ കുറവ് മൂലമാണ് എന്ത്? നിശാന്തത അല്ലെങ്കിൽ ഈ രാത്രിപ്പനിയൊക്കെ വരുന്നത് വിറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏതാണ്? വിറ്റമിൻ എ ആണ് ആവശ്യം. അപ്പോൾ വിറ്റമിൻ സി അല്ല. അപ്പോൾ അതാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. അതുപോലെ വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നു. അത് ശരിയാണ്. വിറ്റമിൻ എയുടെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് ക്യാരറ്റ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. ഇരുമ്പ് അല്ലെങ്കിൽ അയൺ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനും, കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണം, അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ നിർമ്മാണം. ഈ പറഞ്ഞിരിക്കുന്ന ജോഡി ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 ജോഡികളും എന്താണ്? ശരിയാണ്.
പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ശരീരത്തിന് വിറ്റമിൻ ഡി നിർമ്മിക്കാൻ സാധിക്കും. വിറ്റമിൻ ഡി കാൽസ്യം ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു. ഇത് രണ്ടും എന്താണ്? ശരിയാണ്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് വിറ്റമിൻ ഡി നിർമ്മിക്കുന്നത്. അതുപോലെ വിറ്റമിൻ ഡി കാൽസ്യം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഹീമോഗ്ലോബിനെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ഇരുമ്പ് അത്യാവശ്യമാണ്. ശ്വാസകോശത്തിൽ നിന്നും കോശങ്ങളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലം അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1, 2, 4 എന്തൊക്കെയാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നതാണ് എന്ത്? ഹീമോഗ്ലോബിൻ. അതുപോലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ഇരുമ്പ് അല്ലെങ്കിൽ അയൺ അത്യാവശ്യമാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലമാണ് എന്ത്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഇനി ശ്വാസകോശത്തിൽ നിന്നും കോശങ്ങളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തിക്കുകയാണ്. അതല്ല, മറിച്ച് രക്തത്തിൽ എത്തുന്ന ഓക്സിജനെ കോശങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് എന്ത്? ഹീമോഗ്ലോബിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. കുറച്ച് പോയിന്റ്സ് നോക്കാം. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ ഇവ ശരീരത്തിന് കൂടുതൽ അളവിൽ എന്ത് ചെയ്യണം? വേണ്ടതാണ്. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ആകുമ്പോൾ എന്താണ്? കുറച്ച് മതി. അതായത് ഇരുമ്പ്, സിങ്ക്, കോപ്പർ, സെലീനിയം, ഫ്ലൂറിൻ, കൊബാൾട്ട്, അയഡിൻ ഇവ ശരീരത്തിന് ചെറിയ അളവിൽ വേണ്ടവയാണ്. ഇനി വിളർച്ച എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് മൂലം ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് എന്ത്? വിളർച്ച എന്ന് പറയുന്നത്. വിറ്റമിനുകളെയും അവയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? വിറ്റമിൻ എയുടെ കുറവ് മൂലം നിശാന്തതയ്ക്ക് കാരണമാകുന്നു. മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ വിറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം മൂലം ഉണ്ടാകുന്നതാണ്. ഇനി വിറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി എന്ന് പറഞ്ഞാൽ. അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന കണ എന്ന രോഗം വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. എന്താ വരുന്നത്? മുകളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം എന്താണ്? ശരിയാണ്. ലവണങ്ങളുടെ അല്ലെങ്കിൽ മിനറൽസിൻ്റെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ ജോഡിയെ ശ്രദ്ധിക്കാം. അയൺ, അനീമിയ, അയഡിൻ, ഗോയിറ്റർ, കാൽസ്യം, ഓസ്റ്റിയോപൊറോസിസ് ഇവയിൽ ശരിയായി നൽകിയിരിക്കുന്നത് ഏതൊക്കെയാണ്? ഈ മൂന്നും ശരിയാണ്. അയണിൻ്റെ കുറവ് മൂലമാണ് എന്ത്? അനീമിയ ഉണ്ടാകുന്നത്. അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 ജോഡിയും എന്താണ്? ശരിയാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. അസ്ഥികൾക്ക് സുഷിരങ്ങൾ ഉണ്ടാവുകയും ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. കഴുത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥി വീർക്കുന്ന അവസ്ഥയാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി ഭക്ഷണത്തിൽ അയഡിൻ്റെ അംശം കൂടുന്നത് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി? 1, 2 ഭക്ഷണത്തിൽ അയഡിൻ്റെ അളവ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഗോയിറ്റർ ഉണ്ടാകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിറ്റമിൻസും അവയുടെ അപര്യാപ്തത രോഗങ്ങളും നമുക്കൊന്ന് നോക്കാം. വിറ്റമിൻ എയുടെ കുറവ് മൂലമാണ് എന്ത്? നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. ഇനി വിറ്റമിൻ ബി ആണെങ്കിൽ ബെറിബെറി, വായ്പുണ്ണ്. വിറ്റമിൻ സി സ്കർവി. വിറ്റമിൻ ഡി ആണെങ്കിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇനി അയൺ ആണെങ്കിൽ എന്ത്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ ഉണ്ടാകുന്നു. അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു അപര്യാപ്തത രോഗങ്ങളും അവയുടെ ഏതൊക്കെ വിറ്റമിൻസ് ആണെന്നുള്ളത് അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണേ. ശരീരത്തിലെ അസ്ഥികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ജനന സമയത്ത് ഒരു ശിശുവിൻ്റെ ശരീരത്തിൽ ഏകദേശം 270 അസ്ഥികൾ ഉണ്ടായിരിക്കും. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ അസ്ഥികളുടെ എണ്ണം 206 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറഞ്ഞാൽ ഫീമറാണ്. സ്റ്റേപ്പിസ് ആണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിൻറ്റ്സും എന്താണ്? ശരിയാണ്. തലയോട്ടിയെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പ്രായപൂർത്തിയായ ഒരാളിൽ തലയോട്ടിയിൽ ആകെ 22 അസ്ഥികളാണ്. ഇതിൽ 8 അസ്ഥികൾ ചേർന്നാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന കപാലം നിർമ്മിച്ചിരിക്കുന്നത്. മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14. തലയോട്ടിയിലെ എല്ലാ അസ്ഥികളെയും ചലിപ്പിക്കാൻ കഴിയും. ഇതിൽ 4ാമത്തെ ഓപ്ഷൻ തലയോട്ടിയിലെ എല്ലാ അസ്ഥികളും എന്ത് ചെയ്യാൻ പറ്റില്ല? ചലിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ആകെ താടിയിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്.
ശരീരത്തിലെ അസ്ഥിഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതാണെന്ന് നോക്കാം. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33, വാരിയെല്ലുകളുടെ എണ്ണം 12, അതായത് 24 എണ്ണമാണ്. 12 ജോഡി എന്ന് പറയുമ്പോൾ 24 എണ്ണം. ഒരു കൈയിലെ ആകെ അസ്ഥികൾ 32ഉം ഒരു കാലിലെ ആകെ അസ്ഥികൾ എന്ത് ചെയ്യാണ് 31ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസും ശരിയാണ്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33, വാരിയെല്ലുകളുടെ എണ്ണം 24ഉം ജോഡിയാണെങ്കിൽ 12ഉം. ഒരു കൈയിലെ ആകെ അസ്ഥികൾ 32ഉം കാലിലെ അസ്ഥികൾ എന്താണ് 31ആണ്. ഇപ്പോൾ എളുപ്പത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ശരീരഭാഗവും അവയുടെ അസ്ഥികളുടെ എണ്ണവും നമുക്കൊന്ന് നോക്കാം. തലയോട്ടിയിൽ 22 എണ്ണമാണ്, അതായത് കപാലത്തിൽ 8ഉം മുഖത്ത് 14ഉമാണ്. നട്ടെല്ലിൽ എന്താണ് 33 കശേരുക്കളും വാരിയെല്ല് 24, 12 ജോഡി. മാറെല്ല് 1, ഒരു കൈയിൽ 32, ഒരു കാലിൽ 31. ആകെ പ്രായപൂർത്തിയായ ഒരാളിൽ എത്ര അസ്ഥികളുണ്ടാവും? 206 അസ്ഥികളുണ്ടാവും. പ്രമേഹത്തെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ. പാങ്ക്രിയാസ് അല്ലെങ്കിൽ ആമാശയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ബാൻഡിങ്, ചാൾസ് ബെസ്റ്റ് എന്നിവർ ചേർന്നാണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14ആണ്. ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരിയെന്ന് ചോദിച്ചാൽ എല്ലാ ഓപ്ഷൻസും എന്താണ് ശരിയാണ്. അതായത് ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് എന്ത് ഇൻസുലിൻ. അപ്പം ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇൻസുലിൻസ് ഇടയ്ക്ക് കുത്തിവെക്കുക ചെയ്യുന്നത്. ഇനി പാങ്ക്രിയാസ് അല്ലെങ്കിൽ ആമാശയ ഗ്രന്ഥിയാണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ബാൻഡിങ്, ചാൾസ് ബെസ്റ്റ് എന്ന് പറഞ്ഞ 2 വ്യക്തികളാണ് എന്ത് ചെയ്തത്? ഇൻസുലിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. അറിയാമല്ലോ, നെഹ്റുവിൻ്റെ ബർത്ത്ഡേ, അങ്ങനെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം പ്രമേഹ ദിനം എന്നാണ് നവംബർ 14. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സോടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസ് നില നിയന്ത്രിക്കുന്നു. സിഫിഗ്നോമാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. BMI ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ്, പൊണ്ണത്തടി അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. HDL എന്ന് പറഞ്ഞാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ LDL രക്തധമനികളിൽ അടിഞ്ഞുകൂടി ഹൃദയാരോഗ്യത്തിന് അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന് കാരണമാകുന്നത് എന്താണ്? LDL കൂടുതലുള്ളപ്പോഴാണ്.